ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളിയായിട്ട് ഒരു ക്ലബ് ഹൗസ് സാൻഡ്വിച്ച് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് പെപ്പറിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീഷാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ക്ലബ് ഹൗസ് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 3-4 ബ്രെഡ് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ മയോ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മേലിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. പിന്നെ ടർക്കി ഹാമും അതേപോലെ തന്നെ ബോയിൽ ചെയ്ത എഗ്ഗും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്പം മയോണൈസും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 സ്ലൈസ് ചീസും. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. 2 ബ്രെഡിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് മയോണൈസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മയോണൈസിൻ്റെ മേലിലായിട്ട് നമുക്ക് ചിക്കൻ മയോണൈസ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക 2 ബ്രെഡിലായിട്ട്. അപ്പോൾ ഈ ചിക്കൻ മയോണൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോൾഡ് ചിക്കൻ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് മേലിൽ കാണാൻ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇതേപോലെ നമ്മൾ 2 ബ്രെഡിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് ഒരു ബ്രെഡിൻ്റെ മേലിലായിട്ട് നമുക്ക് 2 സ്ലൈസ് ടൊമാറ്റോ വെച്ച് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോയുടെ മേലിലായിട്ട് ബോയിൽ ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ച എഗ്ഗ് കൂടി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. ബോയിൽഡ് എഗ്ഗിന് പകരമായിട്ട് നമുക്കൊരു ഓംലേറ്റ് തയ്യാറാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മളൊരു ബ്രെഡിൽ ചിക്കൻ മയോണൈസും ടൊമാറ്റോയും ബോയിൽഡ് എഗ്ഗും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബ്രെഡിലായിട്ട് നമുക്ക് ടർക്കി ഹാമും അതേപോലെ തന്നെ സ്ലൈസ് ചീസുമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ടർക്കി ഹാം ഇല്ലെങ്കിൽ ചിക്കൻ സോസേജോ അല്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് വെജിറ്റബിളോ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ 2 സ്ലൈസ് ബ്രെഡും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്യാം. മൂന്നാമത്തെ ബ്രെഡ് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേൽഭാഗത്തായിട്ട് അല്പം ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മയോണൈസോ അല്പം നമുക്കൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇതേപോലെ നമുക്ക് ടൊമാറ്റോ സോസാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ബ്രെഡിൻ്റെ 4 സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഒരു ക്ലബ് ഹൗസ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് അല്പം ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് അല്പം ടോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കുക. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും അതേപോലെ ഡിന്നറും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് ഒരു ക്ലബ് ഹൗസ് സാൻഡ്വിച്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും അതല്ലെങ്കിൽ സലാഡും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.